ഹലോ, എല്ലാവർക്കും പുതിയൊരു ഷോർട്സിലേക്ക് സ്വാഗതം. ഇത് നമ്മളുടെ കിച്ചണിലെ ദ ഗ്രേറ്റ് മാനാണ് കയറിയിരിക്കുന്നത്. സാമിൻ്റെ കുക്കിംഗ് ആണ് കേട്ടോ. ഈ ചെറുക്കൻ കുക്ക് ചെയ്യുമ്പോണ്ടല്ലോ പ്രശ്നം വേറൊന്നുമല്ല, നിറയെ സാധനങ്ങൾ അവിടെ ഇവിടെയും വലിച്ചെറിഞ്ഞിടും. സംഭവം സോസേജാണ് ആൾ കുക്ക് ചെയ്യുന്നത്. സോസേജിൻ്റെ എന്തോ പോർച്ചുഗീസ് സ്പെഷ്യൽ റെസിപ്പി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ കുക്ക് ചെയ്യുന്നത്. പുള്ളിക്കാരൻ ഇത് മുന്നുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അവർ കഴിക്കാറുണ്ട്. സരക്കുട്ടിക്ക് അത്ര ഇഷ്ടമല്ല, ഇവക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. ഒലിവ് ഓയിൽ ഒന്ന് ഇതായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ വീണ്ടും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് സവാളയുടെ കളർ ചേഞ്ച് ആയിട്ട് വരുമ്പോൾ നമ്മൾ സോസേജ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഇതാണ് ഫസ്റ്റ് അതിൻ്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കുക്ക് ചെയ്യും കേട്ടോ. പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, യാതൊരു അലുവയും മത്തിക്കറിയും പോലെ ആ കുക്കറിൻ്റെ ലിഡ് എടുത്തിട്ട് എൻ്റെ പാനിൻ്റെ മുകളിൽ വെച്ചു. അപ്പോൾ കുക്കറിൽ വെച്ച സംഭവം ഞാൻ എന്തോ കറക്റ്റ് ആറാനോ പൊങ്ങാനോ ഒക്കെ വേണ്ടി വെച്ചതായിരുന്നു. അപ്പോൾ അതങ്ങനെയാക്കി. അതിൻ്റെ ലിഡ് കാണാനില്ല അത്ര നോൾട്ടയുടെ എല്ലാം അടുത്തെടുത്ത് കൊടുത്തതാണ്, എവിടെയോ എടുത്ത് മാറ്റി. ഈ ചെറുക്കൻ കുക്ക് ചെയ്യാൻ കയറാനുള്ള പ്രശ്നം ഇതാണ് കേട്ടോ. അതിനിടയിൽ പിന്നെ നമ്മുടെ സോസേജ് ഒരു 2-4-5 സെക്കൻഡ് കഴിയുമ്പം ആ സോസേജിലേക്ക് നമ്മൾ അത്യാവശ്യത്തിന് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും കേട്ടോ. അതിനുശേഷം പിന്നെ മസാല നമ്മൾ ഇട്ട് കൊടുക്കും. ഇതിലാകെ ഒരു മസാല മാത്രമേ ഉള്ളൂ, കുരുമുളക്. വേറെ ഒന്നും ഇട്ട് കൊടുക്കണ്ട. പക്ഷേ എൻ്റെ കുരുമുളകിന് പകരം പുള്ളിക്കാരൻ ഗരം മസാലയാണ് ഇട്ട് കൊടുത്തത്. കാരണം കുരുമുളക് തീർന്നിരിക്കുമായിരുന്നു. പക്ഷെ അത് കൈ കൊണ്ട് പിടിച്ചിട്ട് നനഞ്ഞ കൈ കൊണ്ട് ആ മസാല പാത്രത്തിൽ കയറി പിടിച്ചു. എൻ്റെ കൂട്ടരെ, എൻ്റെ നെഞ്ച് തകർന്നു പോയി. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയുവാണ്, പ്രൊഫഷണൽ കുക്ക് അങ്ങനെയാണത്ര, കേൾക്കുന്നില്ല. എനിക്കിതൊക്കെ ഭയങ്കര വലിയ കാര്യമാണ്, കാരണം ഇനിയിപ്പോൾ അത് പൂത്തുപോയാലോ. പക്ഷേ ഇവരെല്ലാവരും എന്നെ കള്ള വൈബെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടിക്കുകയാണ് ഉണ്ടായത് ആ പരിസരത്തു നിന്ന്. പിന്നെ വീണ്ടും ഞാൻ വന്നു, വേറൊന്നല്ല, കാണണമല്ലോ ഇവിടെ എന്താ നടക്കണേന്ന്. പിന്നെ അതിനുശേഷം എന്തോ കുറച്ച് അതിൽ റമ്മോ അങ്ങനെ എന്തോ അതിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നു. ടേസ്റ്റിന് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. അവരുടെ റെസിപ്പിയിൽ അവരങ്ങനെ ചെയ്യാറുണ്ട് അത്രേ. ഓക്കെ, പോർച്ചുഗീസുകാർ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ എന്താ കുഴപ്പം. അപ്പം നമ്മളും അത് ചെയ്തു. അതിനുശേഷം അവിടെ എന്തൊക്കെയോ വിശേഷമൊക്കെ ഞാൻ തള്ളി മറച്ച് ഒതുക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ മസാല ബോക്സിൽ ഇനിയിപ്പം ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്താവും എന്തോ. പക്ഷേ പൂത്തു പോയിട്ടൊന്നുമില്ല കേട്ടോ. നേരത്തെ എടുത്ത വീഡിയോ ആണ്, വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ആൾ ചിലപ്പോൾ കൈ തുടച്ചിട്ടൊക്കെ ആയിരിക്കും മസാല ബോക്സിൽ കൈ ഇട്ടത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സരക്കുട്ടിക്ക് അമ്മാതിരി താല്പര്യങ്ങളൊന്നും കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ ഇതൊക്കെ തന്നെ ഇൻഗ്രീഡിയൻസ്. പക്ഷെ എന്തോ ആയിക്കോളെ, ഇത് കണ്ടില്ലേ പിള്ളേരെ മക്കളെ ഏരിയ കണ്ടില്ലേ, ഇതെല്ലാം എനിക്ക് ഇനി പണി തന്നു. എനിക്ക് ഇച്ചിരി കയറണ്ട കേട്ടോ, ആവശ്യമില്ലാണ്ട് സമയം. അപ്പത്തേ നമ്മളുടെ റെസിപ്പി തയ്യാറായി കഴിഞ്ഞു. താല്പര്യമുള്ള എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. പുള്ളി നല്ലതാണോ, ടേസ്റ്റ് ആണോ അത്? അപ്പൊ നമുക്ക് ഇനി അടുത്ത പരിപാടിയിലോട്ട് പോകാം. അപ്പൊ ലോങ് വീഡിയോയില് ബാക്കിയുള്ളത് എല്ലാവരും കാണണം കേട്ടോ. ബൈ ബൈ.